യുദ്ധം കാരണമുള്ള വിപണിയിലെ ചാഞ്ചാട്ടം തുടരുമ്പോഴും നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്ന ചില കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. Q4 ഏർണിംഗ്സ് റിസൾട്ട് മാർക്കറ്റിന് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? IT, ബാങ്കിംഗ് സെക്ടറുകളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപകർ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയാണ് പിന്തുടരേണ്ടത്? ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ ജിയോജിത്ത് സീനിയർ റിസർച്ച് അനലിസ്റ്റ് ആൻഡ്രു ഈപ്പൻ തോമസ് നമ്മോടൊപ്പം ചേരുന്നു. വെൽക്കം ആൻഡ്രു. താങ്ക് യു അഭിലാഷ്. ആൻഡ്രു, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ വിപണികളെ ഇപ്പോഴും ആശങ്കയിലാക്കുന്ന ഒന്നാണ് ഈ ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ്. അതിനിടയിലാണ് Q4 റിസൾട്ട് വരുന്നത്. ഇതുവരെയുള്ള റിസൾട്ടുകളെ എങ്ങനെ വിലയിരുത്തുന്നു? ഏതെല്ലാം സെക്ടറുകളാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത്? മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾക്ക് ഇടയിലും നിഫ്റ്റി 500-ൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത കമ്പനികളുടെ പ്രവർത്തന ഫലം മികച്ചതായിരുന്നു. ബാങ്കുകൾ, ബാങ്ക് ഇതര വായ്പാ സ്ഥാപനങ്ങൾ, ഹിന്ദുസ്ഥാൻ സിങ്ക് പോലെയുള്ള മെറ്റൽ കമ്പനീസ് എന്നിവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ചതിലും മെച്ചപ്പെട്ടതായിരുന്നു. യുദ്ധം മൂലം എനർജി പ്രൈസിലുണ്ടായ വില വർധനവ് ഇത്തരം കമ്പനികളുടെ വരുമാന വളർച്ചയ്ക്ക് ഗണ്യമായ ഉത്തേജനം നൽകി. ഇത് പ്രൈസ് ഹൈക്കിന് കാരണമായി തീർന്നു. തൽഫലമായി നിഫ്റ്റി 500-ൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത 119 കമ്പനികളുടെ ഏർണിങ്സ് ഗ്രോത്ത് 12%. ഇത് സമീപകാല ക്വാർട്ടറുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ മികച്ചതാണ്. എന്നിരുന്നാലും IT മേഖല, റിഫൈനറി എന്നിവരുടെ റിസൾട്ടും ഇവയിലെ വീക്ക് ഔട്ട്ലുക്കും ഈ കമ്പനികളുടെ മൊമെൻറ്റത്തെ ബാധിച്ചു. കൺസ്യൂമർ ഡിസ്ക്രിഷണറി, ഫിനാൻഷ്യൽസ്, സിമെൻറ്റ്, ലോഹങ്ങൾ, രാസവസ്തുക്കൾ, റിയൽ എസ്റ്റേറ്റ്, യൂട്ടിലിറ്റി എന്നീ മേഖലകളുടെ കമ്പനികളുടെ പ്രകടനം മികച്ചതായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ തന്നെയാണ് വിപണികളെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. അത് മാറ്റി നിർത്തിയാൽ വിപണികളെ മുന്നോട്ട് നയിക്കുന്ന, വിപണികളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തെല്ലാമായിരിക്കും? ജിയോ പൊളിറ്റിക്കൽ പ്രതിസന്ധിക്കൊപ്പം വരും നാളുകളിൽ വിപണിയെ നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കോർപ്പറേറ്റ് ഏർണിങ്സ് തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഉയർന്ന ഇൻപുട്ട് പ്രൈസ്, ഗ്ലോബൽ ഡിമാൻഡ് എന്നിവ കമ്പനികളുടെ മാർജിനെ സംരക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും എടുത്തു നോക്കുന്ന കാര്യം. ഫിനാൻഷ്യൽസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, കൺസംഷൻ സെക്ടർ ശ്രദ്ധേയമായ മേഖലകളായിരിക്കും. ബിക്കോസ് ഒരു ഏർണിംഗ് സൈക്കിളിൻ്റെ മൊമെൻറ്റത്തെ ഈ പറഞ്ഞ മേഖലകളായിരിക്കും സ്വാധീനിക്കുന്നത്. ഇതിനൊപ്പം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സൂചനകൾ, പണപ്പെരുപ്പം, പിന്നെ ലിക്വിഡിറ്റി കണ്ടീഷൻ എന്നിവ ഹ്രസ്വകാലത്തെ വിപണിയുടെ ട്രെൻഡിനെ രൂപപ്പെടുത്തും. പ്രത്യേകിച്ച് ബാങ്കിങ്, ഓട്ടോമൊബൈൽ, റിയൽ എസ്റ്റേറ്റ് എന്നിവ മേഖലയ്ക്ക്. ഇതിനൊപ്പം തന്നെ മാക്രോ ഘടകങ്ങളും വിപണിയെ സ്വാധീനിക്കും. ഉയർന്ന ക്രൂഡ് ഓയിൽ വില കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ബാധിക്കുകയും അത് ഇൻഫ്ലേഷൻ കൂടാനുള്ള ഒരു സാഹചര്യം കാരണമായി തീരും. ഇതെല്ലാം കൂടാതെ രൂപയുടെ സ്റ്റെബിലിറ്റി ഒരു പ്രധാന ഘടകമായി തുടരും. കറണ്ട് സിറ്റുവേഷനിൽ IT, ബാങ്കിംഗ് സെക്ടറിൽ നിന്ന് നിക്ഷേപകർ എന്തെങ്കിലും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ബാങ്കിങ് മേഖലയിലുള്ള ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് പോസിറ്റീവാണ്. ഈ ക്വാർട്ടറിൽ ശക്തമായ ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടായി, അസറ്റ് ക്വാളിറ്റിയിൽ സ്ഥിരതയുണ്ടായി, ആഭ്യന്തര ഡിമാൻഡും തുടർന്നുകൊണ്ടിരിക്കുന്ന ക്യാപെക്സ് വളർച്ചയും ക്രെഡിറ്റ് ഗ്രോത്തിന് പിൻബലം നൽകുന്നു. ലാർജ് ക്യാപ് പ്രൈവറ്റ് പ്ലെയേഴ്സ് സമീപകാല ഒരു കറക്ഷന് ശേഷം വാല്യുവേഷൻ അട്രാക്റ്റീവായിട്ട് തുടരുന്നു. ഇത് മീഡിയം ടേം ഔട്ട്ലുക്കിനെ ആകർഷിക്കപ്പെടുന്നു. IT മേഖല ഒരു സബ്ഡ്യൂഡായ ഒരു വളർച്ചാ നിരക്കാണ് ഈ ക്വാർട്ടറിൽ കാഴ്ചവെച്ചത്. കറക്ഷന് ശേഷം വാല്യുവേഷൻ അട്രാക്റ്റീവ് ആണെങ്കിലും ഒരു ഷോർട്ട് ടേം ലുക്ക് നോക്കുവാണെങ്കിൽ ഒരു ഏർണിങ്സ് ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാകാനുള്ളൊരു സാഹചര്യമില്ല. പക്ഷേ ഒരു ലോങ് ടേം നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള എൻട്രി പോയിൻ്റ് ആണെന്ന് പറയാം. എന്നിരുന്നാലും സ്റ്റോക്ക് സംബന്ധമായ വിശകലനം നടത്തിയിട്ട് വേണം നിക്ഷേപിക്കാൻ. FY 27-ലെ കോർപ്പറേറ്റ് ഏർണിംഗ്സ് ഗ്രോത്തിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താ? FY 27-ലെ വളർച്ചാ നിരക്ക് 14 മുതൽ 15% ആയിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇൻപുട്ട് പ്രൈസിലുള്ള ഒരു വോളറ്റിലിറ്റി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. ഈ വാറിൻ്റെ തലസ്ഥിതി ഒരു 1 മുതൽ 2 ക്വാർട്ടർ വരെ നീണ്ടു നിൽക്കാനുള്ള ചാൻസസേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തന്മൂലം ഫസ്റ്റ് ഹാഫ് ഓഫ് FY 27-ൽ ഏർണിങ്സ് ഗ്രോത്തിൽ ഒരു ഇടിവ് പ്രതീക്ഷിക്കുന്നതോടൊപ്പം തന്നെ സെക്കൻഡ് ഹാഫിലെ ഏർണിങ്സ് ഗ്രോത്ത് നല്ലൊരു വളർച്ചാ നിരക്ക് കാഴ്ചവെക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തന്മൂലം 14 മുതൽ 15% വരെ വളർച്ചാ നിരക്ക് കൈവരിക്കാനുള്ള ചാൻസസാണ് കാണുന്നത്. ഇതിന് 2 ക്വാർട്ടർ മുമ്പ് ഉള്ള ഒരു അനുമാനം അനുസരിച്ച് 16 മുതൽ 17% വരെ വളർച്ചാ നിരക്ക് കൈവരിക്കുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷിച്ചത്. ഇതിൽ ഒരു നേരിയ ഇടിവ് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഏർണിങ്സ് ഗ്രോത്ത്, കമ്പനിയുടെ ഏർണിങ്സ് ഗ്രോത്ത് 1-2 ക്വാർട്ടറുകൾക്ക് ശേഷം നോർമലൈസ് ആകാനുള്ള സാഹചര്യം
നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് 14 മുതൽ 15% വരെയുള്ള ഏർണിങ്സ് ഗ്രോത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ അനിശ്ചിതത്വം നിറഞ്ഞ നിലവിലെ സാഹചര്യത്തിൽ നിക്ഷേപകർക്ക് എന്ത് നിർദ്ദേശമാണ് ഇപ്പോൾ നൽകാനുള്ളത്? യുദ്ധത്തിൻ്റെ പൂർണ്ണമായ വ്യക്തത കാത്തിരിക്കുന്നതിനേക്കാൾ ഘട്ടം ഘട്ടമായുള്ള സമീപനമാണ് കൂടുതൽ അനുയോജ്യം. ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉള്ളപ്പോൾ വാർത്തകളുടെ ഒഴുക്കിനനുസരിച്ച് വിപണികൾ അതിവേഗം ചലിക്കുന്നു. സ്ഥിതി പൂർണ്ണമായി തെളിയുമ്പോഴേക്കും പലപ്പോഴും എ ലാർജ് പാർട്ട് ഓഫ് ദ റിക്കവറി ഈസ് ഓഫൺ ഓൾറെഡി പ്രൈസ്ഡ് ഇൻ എന്നുള്ളൊരു സാഹചര്യങ്ങളിലേക്ക് വരും. മീഡിയം ടു ലോങ് ടേം നിക്ഷേപകർക്ക് ഘട്ടം ഘട്ടമായുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള അനുയോജ്യമായ സമയം ഇതാണ്. യുദ്ധം കാരണവും മറ്റ് ആഗോള സാഹചര്യങ്ങൾ കാരണവും വിപണികളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ആശങ്കകൾക്കിടെ ഇതെല്ലാം അവസാനിച്ച് നിക്ഷേപം തുടങ്ങാമെന്നത് കാത്തിരിക്കാതെ ഘട്ടം ഘട്ടമായുള്ള നിക്ഷേപമാണ് ഏറ്റവും അനുയോജ്യമെന്നാണ് ആൻഡ്രു വിശദീകരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.